ഹലോ! എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗി വെച്ചിട്ട് ഒരു സ്പൈസി ആയിട്ടുള്ള മാഗി മസാല നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയാനുണ്ടെങ്കിൽ അതും കൂടി രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ പാക്കറ്റുള്ള 2 മാഗി നൂഡിൽസിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 15 രൂപയ്ക്കുള്ളതാണ്, 2 എണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെങ്ങനെയാണ് എത്രത്തോളം വേണം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് വാടാൻ വേണ്ടിയിട്ട് അത്ര നേരം മതി, ഒരുപാട് അങ്ങോട്ട് വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ഈ വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്, അതാണ് അതിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇല്ല നമുക്ക് വെജിറ്റബിൾസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റോ ക്യാബേജോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇത് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അധികം കഴിക്കാത്തവർക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഓൾറെഡി മാഗി മസാലയിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ആ മസാല ഇതിൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, കാരണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്, കുട്ടികളൊക്കെ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ അധികം അങ്ങ് എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് എരിവ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്, അതൊരു 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് വെള്ളം. അത് നമുക്ക് ഈ നൂഡിൽസ് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇനി അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഈ മാഗി നൂഡിൽസിൻ്റെ കൂടെ തന്നെ ഒരു മസാല കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു മസാല 2 പാക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 2 പാക്കറ്റ് മസാല ഉണ്ട് കേട്ടോ. അപ്പോൾ അത് 2 ഞാൻ അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിതിങ്ങനെ പറഞ്ഞ് നീട്ടി പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറേ എന്തൊക്കെയോ ഇതിൽ നമുക്ക് ചേർക്കാനും എന്താ ചെയ്യാനും ഒക്കെ ഉണ്ടെന്ന്. ഒന്നുമില്ല, വളരെ എളുപ്പത്തിലുണ്ടാക്കാം. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നൂഡിൽസ് അതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നൂഡിൽസ് ഇതിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പാക്കറ്റിനകത്ത് കുറച്ച് പൊട്ടിയതും കൂടെ ഒക്കെ ഇങ്ങനെ പൊടിഞ്ഞും കൂടെയൊക്കെ കിടക്കുമല്ലോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വശം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ദോശ ഇടുമ്പോലെ മറുവശവും അങ്ങനെ തിരിച്ചിടാനല്ല ഉദ്ദേശിച്ചത്. ഒരു വശത്ത് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ മറുവശവും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കാരണം ഇത് മുങ്ങി കിടക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം അത് നന്നായിട്ട് പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പയ്യെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് വേവിച്ച് വെള്ളം വറ്റുന്നവരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ വെള്ളം വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് സംഭവം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോസാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഈ ഒരു പരിവായി വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, 1 ടീസ്പൂണോളം
സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ റെഡ് ചില്ലി സോസോ അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി ആയാലോ അത് ഏതായാലും മതി, നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തക്കാളി ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇനി ആ ഒരു സോസും കൂടി വേണ്ട, എല്ലാം കൂടി കണ്ടാന്ന് എഴുതിയിട്ട് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ രീതിയിലും വെക്കുമ്പോൾ ഓരോരോ ടേസ്റ്റ് കിട്ടും. പക്ഷേ ഈ ഒരു രീതി വെച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഒന്ന് അരിഞ്ഞിട്ടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ എപ്പോഴും മല്ലിയില ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അത് ഒന്നുകൂടെ ഒന്ന് കട്ടിയൊക്കെ ആയി വരും. ചൂടോടെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ.